വിന്നേഴ്സ് അക്കാഡമിയുടെ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിംഗ് എന്ന കോഴ്സിൻ്റെ 4ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രാജൻ മാഷ്. ഐ ഹാവ് ആൻ എക്സ്പീരിയൻസ് ഓഫ് മോർ ദാൻ 41 years ഇൻ ടീച്ചിങ് അക്കൗണ്ടൻസി. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണ്, അതിനകത്ത് 2 ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ്. ബിസിനസ് ട്രാൻസാക്ഷനെ ക്യാഷ് ആണെന്നും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും നമ്മൾ തരംതിരിച്ചു. ക്യാഷ് ട്രാൻസാക്ഷൻ്റെ ഒരു ആസ്പെക്റ്റ് ക്യാഷും, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ്റെ ഒരു ആസ്പെക്റ്റ് ഒരു വ്യക്തി വഴി. ഇത് തരംതിരിച്ചതിന് ശേഷം ഇവയെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. അതാണ് ഫസ്റ്റ് റിപ്പോർട്ട്. ഫസ്റ്റ് റിപ്പോർട്ട് ഓഫ് ട്രാൻസാക്ഷനെ കുറിച്ചുള്ള പേരാണ് ജേണൽ. Journal is the original entry, prime entry, first entry. Journal is the original entry അല്ലെങ്കിൽ prime entry അല്ലെങ്കിൽ first entry. Transactions are recorded in the journal is called ജേണലിനകത്ത് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിലിരിക്കുന്ന ആ പ്രൊസസ്സിനെ വിളിക്കുന്നതാണ് ജേണലൈസിംഗ്. അപ്പോൾ ജേണലൈസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേണൽ. Transactions are recorded in the journal is called the journal entry. ഈ ജേണൽ എന്തിനെ സൂചിപ്പിക്കുന്ന എന്ന് നമ്മൾ വ്യക്തമാക്കുന്നതാണ് നറേഷൻ. നറേഷൻ മീൻസ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഇവന്റ്. ഇത്രയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. അപ്പോൾ ലാസ്റ്റൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും. അതിനകത്ത് ഡെബിറ്റ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്തിരിക്കാൻ പറ്റും. അതിന് അപ്ലൈ ചെയ്ത റൂൾ ഓഫ് പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ആസ് പെർ ദ റൂൾ ഓഫ് പേഴ്സണൽ അക്കൗണ്ട്, ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. As per the rule of real account, credit what comes in and credit what goes out. Nominal account in the name പ്രകാരം debit or expense or losses and credit or incomes or gains. ഈ നിയമം അനുസരിച്ച് ഒരു ട്രാൻസാക്ഷനിലെ 2 ആസ്പെക്റ്റിനെ നമ്മൾ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് അറിഞ്ഞിരിക്കാൻ പറ്റൂ. ആ പ്രോസസ്സിനെയാണ് ജേണലൈസിംഗ്. ഫോർ എക്സാമ്പിൾ, സാലറി paid to Anil. അനിൽ എന്ന വ്യക്തിക്ക് 1000 രൂപ ശമ്പളം കൊടുത്തു. ഇതിനകത്ത് 2 ആസ്പെക്ട്. ഒന്ന് സാലറി, പെയ്ഡ് എന്ന് കണ്ടതുകൊണ്ട് ക്യാഷ്. 2 ആസ്പെക്ട്, സാലറി അക്കൗണ്ടും when salary paid to Anil, the 2 aspects are 2 aspects. Salary account, cash account. Salary എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടാണ്. ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് നിയമം അനുസരിച്ച് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. വന്നതിനെ ഡെബിറ്റ് ചെയ്യുക, പോയതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ ക്യാഷ് പോയതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഡെബിറ്റ് കിട്ടുന്നത്. ഇങ്ങനെ ഡെബിറ്റ് കിട്ടുന്നതിന് ശേഷം ഇതിനെ രേഖപ്പെടുത്തുന്ന ഫസ്റ്റ് റിപ്പോർട്ടാണ് ജേണൽ. ജേണൽ ഈസ് ദ ഫസ്റ്റ് റിപ്പോർട്ട്, പ്രൈം എൻട്രി, ഒറിജിനൽ എൻട്രി എന്നൊക്കെ പറയുന്നു. ഇനി ഈ ജേണലിനകത്ത് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തിയതിന് ശേഷം സെക്കൻഡ് എൻട്രിയിലേക്ക് കൊണ്ടുപോകുന്നു. സെക്കൻഡ് എൻട്രിയാണ് ലെഡ്ജർ. Ledger is the second report. Journal is the first report. Ledger എന്ന് പറയുന്നത് a group of അക്കൗണ്ടുകളുടെ കൂട്ടത്തെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. one word +1 ചോദിക്കാറുണ്ട്. A group of accounts is called dash. അതിന് മൾട്ടി ചോയ്സ് ആയിട്ട് വരും ജേണൽ,
ലെഡ്ജർ, ബാലൻസ്, ട്രാൻസാക്ഷൻ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ലെഡ്ജർ. എ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട് ഈസ് കോൾഡ് ലെഡ്ജർ. ഈ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അക്കൗണ്ടിനെ കിട്ടുമോ ഡേറ്റ്, പർട്ടിക്കുലർ, ജേണൽ ഫോളിയോ, JF, എമൗണ്ട്, again date, particulars, JF, amount. ഇതാണ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇട്ടുപോകണം ഡേറ്റ്, പർട്ടിക്കുലർ, JF, എമൗണ്ട്, അഗെയിൻ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ഇപ്പോൾ പേരൂർ മോഹൻസ് അക്കൗണ്ട്. ഈ അക്കൗണ്ട് മോഹൻസ് അക്കൗണ്ട്. ഇനി മോഹനോട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ, മോഹൻ്റെ കയ്യിൽ സാധനങ്ങൾ വാങ്ങുക, മോഹൻ്റെ സാധനങ്ങൾ വിൽക്കുക, മോഹൻ്റെ കയ്യിൽ ക്യാഷ് മേടിക്കുക, മോഹൻ്റെ ക്യാഷ് കൊടുക്കുക തുടങ്ങി മോഹനോട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷനൊക്കെ എഴുതുന്നതിന് വേണ്ടി വരയ്ക്കുന്ന അക്കൗണ്ടാണ് മോഹൻസ് അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ, ഗുഡ്സ് സോൾഡ് ടു മോഹൻ, മോഹൻ്റെ സാധനങ്ങൾ വിറ്റു. വെൻ ഗുഡ്സ് ആർ സോൾഡ് ടു മോഹൻ, മോഹൻ ഈസ് ദ റിസീവർ ഓഫ് ഓൾ ഗുഡ്സ്. സാധനങ്ങൾ മോഹന് വിറ്റുമ്പോൾ രണ്ട് ആസ്പെക്ട്, ഒന്ന് മോഹൻ അക്കൗണ്ടും ഒന്ന് സെയിൽസ് അക്കൗണ്ടും. മോഹനെ ഡെബിറ്റ് ചെയ്തുകൊണ്ട് ഈ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും മോഹൻ്റെ സാധനം വിറ്റു മോഹനെ ഡെബിറ്റ് ചെയ്തുകൊണ്ട് എൻട്രി മോഹൻസ് അക്കൗണ്ട് ടു സെയിൽസ്. അപ്പോൾ മോഹൻ്റെ അക്കൗണ്ടിൽ ടു സെയിൽസ്. എക്സാമ്പിൾ, when goods are sold to Mohan, Mohan is the receiver of all goods. സാധനങ്ങൾ മോഹന് വിറ്റാൽ മോഹൻ സാധനങ്ങൾ സ്വീകരിച്ചവനാണ്, മോഹനെ ഡെബിറ്റ് ചെയ്തു. സെയിൽസ് എന്ന വരവുണ്ടായതുകൊണ്ട് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ എൻട്രി മോഹൻസ് അക്കൗണ്ട് ടു സെയിൽസ്. അപ്പോൾ മോഹൻ്റെ അക്കൗണ്ട് ടു സെയിൽസ് എന്നാണ്. ഇനി ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മോഹൻ, അടുത്ത ട്രാൻസാക്ഷൻ. മോഹൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി, ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മോഹൻ. മോഹൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ രണ്ടാസ്പെക്ട്, പർച്ചേസ് അക്കൗണ്ട്, മോഹൻ അക്കൗണ്ട്. പർച്ചേസ് ചെലവാണ്, നോമിനൽ അക്കൗണ്ട് നിയമമനുസരിച്ച് ചെലവിനെ ഡെബിറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ടു മോഹൻ. മോഹൻ്റെ അക്കൗണ്ടിൽ ബൈ പർച്ചേസ്. ക്രെഡിറ്റ് സൈഡിൽ തിരിച്ചറിയാൻ വൈകിയെന്നും ഡെബിറ്റ് സൈഡിൽ ടു എന്നും. ഇനി ഈ വിറ്റ 10,000 രൂപയിൽ 2,000 രൂപ മോഹൻ തന്നു. മോഹൻ്റെ കയ്യിൽ ക്യാഷ് കിട്ടി. ക്യാഷ് റിസീവ് ഫ്രം മോഹൻ 2,000. മോഹൻ്റെ കയ്യിൽ ക്യാഷ് കിട്ടുമ്പോൾ രണ്ടാസ്പെക്ട്, ക്യാഷ് അക്കൗണ്ടും മോഹൻ അക്കൗണ്ടും. ക്യാഷ് വന്നതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു, മോഹൻ തന്നതുകൊണ്ട് മോഹനെ ക്രെഡിറ്റ് ചെയ്തു. എൻട്രി ക്യാഷ് അക്കൗണ്ട് ടു മോഹൻ. ക്യാഷ് അക്കൗണ്ട് ടു മോഹൻ. മോഹനെ ക്രെഡിറ്റ് ചെയ്തു, മോഹൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതും ബൈ ക്യാഷ്. ബൈ ക്യാഷ്. ഇനി മോഹൻ്റെ സാധനം മേടിച്ചതിൻ്റെ പണം ഒരു 3,000 രൂപ മോഹൻ നമ്മൾ കൊടുത്തു. When cash paid to Mohan, Mohan is the receiver of our cash. Cash is goes up. And after Mohan account, cash account. Cash പോയതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു, മോഹനെ ഡെബിറ്റ് ചെയ്തു. എൻട്രി മോഹൻസ് അക്കൗണ്ട് ടു ക്യാഷ്. മോഹൻസ് അക്കൗണ്ട് ടു ക്യാഷ്. ഇങ്ങനെയാണ് ഈ പണിക്കാണ് പോസ്റ്റിംഗ്, POSTING, ട്രാൻസാക്ഷനെ ലെഡ്ജർ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റിംഗ്, POSTING. ഈ പോസ്റ്റിംഗ് എല്ലാം നടത്തിയതിന് ശേഷം ഈ രണ്ട് സൈഡിൻ്റെയും അക്കൗണ്ടിൻ്റെ രണ്ട് സൈഡിൻ്റെയും വ്യത്യാസത്തിനെ കണ്ടുപിടിക്കുന്ന
ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്. ഈ സൈഡ് കൂടുതലാണ് അവിടെ അതേ 10,000 അതിന് നേരെ ഇതിൽ നിന്ന് ഈ ഇതാണ് ബാലൻസ്. ഇതിന് നേരെ ബാലൻസ് 90. ഡെബിറ്റ് സൈഡ് കൂടിയത് കൊണ്ട് ആ സൈഡിൽ ടീച്ചർ ബാലൻസ് എഴുതി. ആ ബാലൻസ് കൂടെ എഴുതി. ബാലൻസ് അടുത്ത ഡേറ്റിൽ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു സൈഡ്സ് ഓഫ് ആൻ അക്കൗണ്ട് ഈസ് കോൾഡ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ടിൻ്റെ രണ്ട് സൈഡുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുന്നതാണ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്. ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ ഈ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കൂടുതലും കുറവുമാണെങ്കിൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ഒരു അക്കൗണ്ടിന് ഒന്നുകിൽ ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്. ഇതാണ് അക്കൗണ്ടിനെ പറ്റി പറയാനുള്ളത്. ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.